For the first time in our seen history of this sport, 12 ടോപ്പ് ലെവൽ പ്ലേയേഴ്സിനെയും 2 കോച്ചിനെയും ടോപ്പ് ലെവൽ ലൈസൻസും ഓണർഷിപ്പും വെറും 100 രൂപയ്ക്ക് കച്ചവടം ചെയ്യുന്നു. ജംഷഡ്പൂർ എഫ് സി ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ജംഷഡ്പൂർ എഫ് സി 26ഓളം നാഷണൽ ടീം ക്യാപ്റ്റന്മാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വിവിധ ഏജ് കാറ്റഗറികളിലായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെ അപ്പെക്സ് ഫോമായിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിയുടെ ISL ലൈസൻസ് ഉൾപ്പെടെയുള്ള ഓണർഷിപ്പ് അവകാശങ്ങൾ വെറും 100 രൂപ എന്ന പ്രതീകാത്മകമായ തുകയ്ക്ക് അവർ ചർച്ചിൽ ബ്രദേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഭാവിയൊന്നും തുലാസിലായി പോവില്ല. ജംഷഡ്പൂർ എഫ് സിയുമായി നിലവിൽ കരാറിലുള്ള താരങ്ങൾ എവിടെ പോയി കളിക്കും എന്നുള്ളത് വളരെ വലിയ ചോദ്യചിഹ്നമായിരുന്നു. ആ ചോദ്യത്തിനുള്ള പരിഹാരം ഇതാ വന്നിരിക്കുകയാണ്. ജംഷഡ്പൂർ എഫ് സി തങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഒന്നും കൊടുക്കുന്നില്ല. 12 പ്ലേയേഴ്സിനെയും 2 കോച്ചുമാരെയും അവരുടെ കോൺട്രാക്റ്റും പിന്നെ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനുള്ള ISL ലൈസൻസും കൊടുത്തത് വെറും 100 രൂപയ്ക്കാണ്. നമ്മൾ അറിഞ്ഞായിരുന്നെങ്കിൽ 100 രൂപയും പിന്നെ ഒരു രൂപ ഒരു വെറ്റയും പാക്കും അടക്കയൊക്കെ കൊണ്ട് കൊടുത്തെങ്കിൽ വാങ്ങിക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജംഷഡ്പൂർ എഫ് സി ഓൾറെഡി പറഞ്ഞല്ലോ, അവർക്ക് പൈസയുടെ വിഷയമൊന്നും അല്ല. അവർ നഷ്ടത്തിലോടുന്നതിൻ്റെ പേരിൽ ക്ലബ് അടച്ചു കൂട്ടേണ്ട ഗതികീടിലുള്ള ടീമേ അല്ല. അത് വേറെ ലീഗാണ് ടാറ്റ ഫുട്ബോൾ ഗ്രൂപ്പ്. പക്ഷെ അവർ ടോപ്പ് ലെവൽ ആക്ടിവിറ്റീസിൽ നിന്ന് മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി ഉണ്ടായിരിക്കും. അപ്പം 100 രൂപയ്ക്ക് അവർ ISL ലൈസൻസ് വിറ്റു. വരാൻ പോകുന്ന സീസണിൽ ചർച്ചിൽ ബ്രദേഴ്സും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനുണ്ടായിരിക്കും. ജംഷഡ്പൂരിൻ്റെ കോൺട്രാക്ട് പ്ലേയേഴ്സ് എല്ലാം ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് വരും. ഇരുവരെയും കൂടെ 100 രൂപയ്ക്കാണ് കൊടുത്തതെന്ന് ഓർക്കുമ്പോൾ എന്നാ JFCയുടെ ഒരു പവർ. ഇതൊക്കെ കാണുന്ന കേസ് നടത്താൻ കോടികൾ കളഞ്ഞ ഇന്റർകാശിയുടെ അവസ്ഥ. 100 രൂപയ്ക്ക് 100 രൂപ മുടക്കിയായിരുന്നെങ്കിൽ എല്ലാം കിട്ടിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയി പോയില്ലേ.